അങ്ങനെ ഇതുവരെ പറഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ കല്യാണമാണ് കല്യാണ രാവ് എത്തിയിട്ടോ. ഹായ് ഹലോ അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വീട്ടിലെ കല്യാണ രാവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡേയ്സിൽ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേയിൽ പിന്നെ കല്യാണ രാവും ഒക്കെ ആയിട്ട് കുറേ അധികം ബിസി ആയിരുന്നു. അങ്ങനെ ഹെന്നൊന്നും ഇട്ടിട്ടുണ്ടായില്ല. ഈ ഹെന്ന ഇടലും ഒരു 5 മിനിറ്റുള്ളിൽ ഊരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കല്യാണമല്ല, അപ്പോൾ നമ്മളൊരു ഹെന്ന ആർട്ടിസ്റ്റായിട്ട് ഒരു ഹെന്ന പോലും ഇട്ടില്ലെങ്കിൽ എന്താ നമുക്ക് തന്നെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ഹെന്നൊക്കെ എടുത്തിട്ടു. പക്ഷേ അത് അപ്പം തന്നെ ഊരേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ മൈലാഞ്ചിരിലൊക്കെ കഴിഞ്ഞപ്പോൾ നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാത്തൂൻ്റെ മോൾക്കും എല്ലാവർക്കും മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കല്യാണ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കല്യാണ വീട്. കല്യാണോട് നമ്മൾ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കേട്ടോ. ഞാനൊരു 1 ഇയർ മുന്നേ ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. കാക്കാൻ്റെ മോളുടെ കല്യാണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെന്നൊക്കെ ഇട്ടിട്ട് നേരെ ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമുള്ളൂ കേട്ടോ. നമ്മൾ ഫാമിലി മാത്രമുള്ള ഒപ്പനയും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മളെ കല്യാണ രാവ് ഇന്നത്തെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് ബ്ലാക്കാണ് ചെറിയ രീതിയിൽ ഗ്രൂം ടു ബി നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് തീമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഡിസൈഡ് ചെയ്ത് ബ്ലാക്കാണ്. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ വീട്ടിലൊരാൾ പാട്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കഴിവുള്ള ആൾ കേട്ടോ. ഡുവറ്റ് അടിക്കുന്നുണ്ട് അയാൾ. മെയിലും ഫീമെയിലും നല്ല കഴിവുള്ള ആളാണ്. കാരണം ആളെ സോങ് കേട്ടിട്ട് ഞാൻ തന്നെ സത്യത്തിൽ ഭയങ്കര ഷോക്കായി പോയി പോലെ. എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കഴിവുള്ള ആൾക്കാർ നമ്മൾ വളരെ റെയറായിട്ടല്ലേ കാണുള്ളൂ. ആ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും സോങ് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും വെച്ചിട്ടാണ്. ഓൾറെഡി ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ. കാരണം ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഒപ്പനയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ നന്നായിട്ട് അയാളെ പാട്ടും കേട്ട് കുറച്ച് നേരം വീടിൻ്റെ അകത്ത് കയറാതെ പുറത്ത് വന്നിട്ട് തന്നെ കേട്ടുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരൊക്കെ ചോദിച്ചിരുന്നു ഇത് ആരുടെ കല്യാണം എന്നുള്ളത്. ഇക്കുവിൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഇക്കുവിന് 2 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും ഉള്ളത്. അതിൽ 2ാമത്തെ ബ്രദറിൻ്റെ മോൻ്റെയാണ് കല്യാണം ഉള്ളത് കേട്ടോ. ഇവരും 3 ആളാണ് കേട്ടോ. ഇക്കുവിൻ്റെ സിസ്റ്റേഴ്സ്. മൂത്ത ആൾ, ചെറിയ ആൾ, 2ാമത്തെ ആൾ, അങ്ങനെയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ ഇത് ഭാബി എല്ലാവർക്കും അറിയാലോ. ഭാബിയും മക്കളും ഞാനും. പിന്നെ ഇത് നാത്തൂൻ്റെ മോളാണ്. പിന്നെ നാത്തൂൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ. നമ്മളെ റിച്ചും സുൽത്താനും ഒക്കെയാണ്. അപ്പോൾ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് പിക്സും കാര്യങ്ങളൊക്കെ അതും എടുത്തു തന്നിട്ടുണ്ട്. ഇക്കുവിന് അത്ര വലിയ ഇഷ്ടമല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും കുറേയൊക്കെ നിൽക്കുന്നുണ്ട്. ആദ്യം ഇത്രയും നിന്നിരുന്നില്ല കേട്ടോ. ലൈറ്റ്സൊക്കെ ഓണായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് റീലും ഷോർട്സും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മളുടെ ഒപ്പനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ ബ്രദറിൻ്റെ വീട്ടിലുള്ളവരും പിന്നെ ബാബിയുടെ വീട്ടിലുള്ളവരുമാണ് കേട്ടോ. ഇതാണ് നമ്മളെ കല്യാണച്ചക്കൻ ജാബി കേട്ടോ. ഇത് ഇക്കുവിൻ്റെ ഉമ്മയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയേണ്ടതിന്. പിന്നെ നാത്തുമാരും മക്കളും എല്ലാവരും പേരിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് ഇക്കുവിൻ്റെ മൂത്ത സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയും പിന്നെ ബാബിൻ്റെ ഉമ്മ, 2ാമത്തെ ബാബിൻ്റെ ഉമ്മ, പിന്നെ ഇനൂസും വാവാച്ചും മുത്തും അവിടെ നിന്നിട്ട് കളിക്കുകയാണ്. പിന്നെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രൂം ട്യൂബിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാട്ടൊക്കെ ഓണാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസും പാട്ടും കളിയിലൊക്കെയാണ് കേട്ടോ. വെഡ്ഡിങ് വൈബ് ഓണായി തുടങ്ങി. നല്ല രസമാണ് കേട്ടോ. ഇനി ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മൾ പാട്ട് വെച്ചപ്പോൾ പിന്നെ നമ്മളറിയാൻ നമ്മളെ കൈ കൊട്ടി പോകുമല്ലോ. അങ്ങനെ ഒപ്പന കളിയാട്ടോ അടുത്ത്.
പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെക്കൻ്റെ കൂടെ നാട്ടിലെടുക്കുന്ന ഫാമിലി ഫോട്ടോസും വീഡിയോസും എല്ലാവരും ഉണ്ട് കേട്ടോ. ഫുള്ളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് വീഡിയോസും ഫോട്ടോസും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഗ്രൂം ട്യൂബിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മൾ എല്ലാവരും കൂടി എത്താനുണ്ട്, കുറച്ച് പേര് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്തിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ പാട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ചെക്കൻ്റെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ബാഡ് കമൻറ്റ്സ് ഇടുന്നവരോടും അതുപോലെ തന്നെ കമൻറ്റ് വേർഷൻ വരുന്നവരോടൊക്കെ പറയാനുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ, പിന്നെ അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് ചിലവർക്ക് ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് കേട്ടോ. ഈ കമൻസ് എല്ലാം നിങ്ങളെ ഇഷ്ടമാണ്. ഇതാണ് ഇക്കുവിൻ്റെ ഫാമിലി കേട്ടോ. ഇക്കുവിൻ്റെ ഉമ്മ, പിന്നെ 3 ആൺമക്കളും 3 പെൺമക്കളും, ഇവർ 6 മക്കളായിട്ടുള്ളത്. ഉപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പല്ല കേട്ടോ. നമ്മൾ മരക്കൾ ഇതാണ്. നമ്മൾ അതിൽ അളിയന്മാരില്ല, അളിയന്മാർ 2 പേര് ഗൾഫിലാണ്. പിന്നെ അപ്പോൾ അവർ ഇൻക്ലൂഡ്, പിന്നെ ഒരാൾ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ അത് മക്കളും മരുമക്കളും. പിന്നെ ഇത് പേരക്കുട്ടികൾ ഫുള്ളായിട്ടില്ല, ഇനി ഒരുപാട് പേരുണ്ട്, കുറച്ച് പേർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ പുറത്തുണ്ട്, വിദേശത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഭാവിയുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്കിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ കേക്ക് വന്നതിന് ശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കട്ട് ചെയ്യലും പിന്നെ ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ കല്യാണരാവിൻ്റെ വിശേഷങ്ങളായിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിനിടയിൽ നമ്മൾ ഫുഡിനൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഒരുവിധം നമ്മൾ കല്യാണ ഒരുക്കങ്ങളും കല്യാണ രാവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്ത് പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നിക്കാഹിൻ്റെ വ്ളോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നിക്കാഹ് വ്ളോഗായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.